Yeah, but you back to the big tech tail. Do the time you right, put your back down, babe. എൻ്റെ പേര് ഡെന്നി എന്നാണ്. എൻ്റെ സ്ഥലം കായംകുളം, ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ്. ഞാൻ പെറ്റ് ഫീൽഡിൽ അറൗണ്ട് ഒരു 20 years ആയി. എൻ്റെ ഫാദറിന് പെറ്റ്സ് ഉണ്ടായിരുന്നു, ജനിക്കുമ്പോൾ തന്നെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പെറ്റ്സ് നമുക്ക് ഒരു പെറ്റ്, ഒരു വീട്ടിലൊരു ഓമന മൃഗം എന്നുള്ള രീതിയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അറൗണ്ട് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രീഡിംഗ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചത്. അത് എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബ്രീഡിനും ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ഇതൊന്നും ലോകമുണ്ടായ കാലം മുതൽ അങ്ങനെ ഉണ്ടായി വന്ന ബ്രീഡുകളല്ല, മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ബ്രീഡുകളാണ്. സോ ആ ബ്രീഡിൽ ഉണ്ടാക്കിയെടുത്തതിന്റെ അതേ സ്റ്റാൻഡേർഡിൽ അവ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ആ ബ്രീഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് ഓരോ ബ്രീഡിലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യാനായിട്ട് നോക്കി. അറ്റ് പ്രസന്റ്ലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോബർമാൻ എന്നുള്ള ബ്രീഡ് മാത്രമാണ്. പെറ്റ്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എങ്ങനെ ഈ പെറ്റ്സ് നമ്മളിലേക്ക് വന്നു, മനുഷ്യനിലേക്ക് വന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ ഒരു ഉത്ഭവം മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ജീവിയാണ് നായ. മെരുക്കി വളർത്തുന്നുണ്ട്, ഇണക്കി വളർത്തുന്നുണ്ട്. അതിൽ ഇണക്കി വളർത്തിയ ബ്രീഡാണ് ഈ നായ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഫാമിലി ലൈഫിൽ. നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാരണമാണ് ഈ പെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ചില നിമിഷങ്ങളിൽ നമുക്ക് കൂട്ടിനെപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ പെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെറ്റ്സിന്റെ പ്രധാന ഉദ്ദേശം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പെറ്റ്സിനെ വളർത്താനുള്ള കാരണം, ഒന്ന്, എനിക്ക് ഇതുപോലെ നേരിടുന്ന എന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന ചില സാഹചര്യങ്ങളും എനിക്ക് കൂട്ടിന് എന്റെ ഫ്രണ്ട് എന്ന് തോന്നുന്ന ഒരാൾ. സെക്കൻഡ്, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പം ആ ആൾ നേരെ തിരിച്ചു പോകാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ വസ്തുവകകൾക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഇതാണ് പെറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ എന്റെ മൈൻഡ് സെറ്റിൽ കാണുന്ന ഒരു സാധനം. ഇതിനകത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് വേണ്ട കെയറും അവർക്ക് വേണ്ട ഫുഡും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പെറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പെറ്റ്സിന് വേണ്ട ഫുഡും നമുക്ക് വേണ്ട ഫുഡും രണ്ടും രണ്ടാണ്. അവർക്ക് വേണ്ട കെയറും നമ്മൾക്ക് വേണ്ട കെയറും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അതിൽ കുറെ ചാലഞ്ചസ് ഉള്ളത് തന്നെയാണ്. പെറ്റ്സിനകത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെറ്റ്സ് 2 ടൈപ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ. ലോങ് ഹെയർ ഉള്ള ബ്രീഡ്സ് ഉണ്ട്, ഷോർട്ട് ഹെയർസ് ഉള്ള ബ്രീഡ്സ് ഉണ്ട്. ഇതിൽ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിക്കാൻ പറ്റുന്നത്. ഇതിൽ ഷെഡിങ് കൂടുതലുള്ള ബ്രീഡ്സ് ഉണ്ട്, ഷെഡിങ് കുറവുള്ള ബ്രീഡ്സ് ഉണ്ട്. ഇവർക്ക് ഉണ്ടാകുന്ന രോമം കൊഴിച്ചില്, അതുപോലെ തന്നെ ഇവർക്ക് നേരിടാൻ പറ്റുന്ന വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവർക്ക് സ്കിന്നിനുണ്ടാകുന്ന അലർജീസ്, ഇവരുടെ ഫുഡിൽ ഡൈജഷൻ പരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ നിരവധി വൈറസ് ഉണ്ട്. ഇവരെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് പറ്റത്തക്ക രീതിയിൽ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള വൈറസ് പലതുണ്ട് പെറ്റ്സിന്. നമുക്ക് പറ്റില്ല. പെറ്റ്സ് ടു പെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പല വൈറസ് ഉണ്ട്. ആ വൈറസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും വലിയൊരു ബാധ്യത തന്നെയാണ്. നമ്മളൊരു പെറ്റ്സിനെ വാങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ട സപ്പോർട്ട്സ്, ഫുഡ്, സപ്ലിമെന്റ്സ്, മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫുഡ് എന്ന് പറയുന്നത് പപ്പി സ്റ്റേജിലുള്ളതും മിഡിൽ സ്റ്റേജിലുള്ളതും അഡൽട്ട് സ്റ്റേജിലുള്ളതും ഡിഫറെന്റ് ആണ്. അപ്പം പപ്പി സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിന് അല്ലെങ്കിൽ ഒരു പെറ്റിന് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 12% ആണ് മാക്സിമം ഒരു ദിവസത്തെ ടോട്ടൽ ഫുഡ്. ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്ക് ഒരു 6% എങ്കിലും അതിന് പെർ ഡേ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ ഫുഡ് കൊടുക്കണം. അഡൽട്ട് ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് 2.5% to 3% ആണ് അതിന് വേണ്ട ടോട്ടൽ ഫുഡ് കോസ്റ്റ് ഒരു ദിവസത്തേക്ക്. അപ്പൊ ഈ ഫുഡ് മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഈ ഫുഡ്, അതിന് കഴിച്ച ആഹാരം ദഹിച്ചു മാറണം. കൃത്യമായ അളവിൽ എവിടത്തേക്കൊക്കെ ഏതൊക്കെ അവയവങ്ങളിലേക്ക് ഏതൊക്കെ മിനറൽസും വൈറ്റമിൻസും ലഭിക്കണോ അതെല്ലാം കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അതിന് നല്ലൊരു പ്രോബയോട്ടിക് ആവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്കിൻ അതിന്റെ ഏറ്റവും പ്രധാനമാണ്, പ്രത്യേകിച്ചും ലോങ് ഹെയർ ആയിട്ടുള്ള ബ്രീഡുകളിൽ. ആ സ്കിന്ന് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് നല്ല ഏതെങ്കിലും പെറ്റ് ഷാംപൂ, പെറ്റ് ഈ ഡ്രൈ വാഷ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമീകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ പെറ്റ്സിന്റെ ഹെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. എന്ന് പറഞ്ഞാൽ എപ്പോഴും പെറ്റ്സിന്റെ ഹെയർ ഡ്രൈ ആയിരിക്കണം. എന്നാൽ ഒരു ഓവർ ഡ്രൈ ആയിട്ട് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യതയാണ്. എനിക്ക് ഓർമ്മയായി ജനിച്ച കാലം മുതൽ തന്നെ എൻ്റെ വീട്ടിൽ ഡോഗ്സ് ഉണ്ട്.
പക്ഷെ ഞാൻ പ്രൊഫഷണലി ബ്രീഡിംഗ് എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 ഇയേഴ്സ്. പ്രൊഫഷണലായിട്ട് ബ്രീഡിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 7 ഇയേഴ്സ്. അതിൽ ഡോബർമാൻ എന്നുള്ള ബ്രീഡ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഡോബർമാൻ എന്നുള്ള ബ്രീഡ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ ബ്രീഡിംഗ് സ്റ്റാൻഡേർഡിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളും വേണ്ടതിൽ ഞാൻ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് അല്ലെങ്കിൽ 3-3.5 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജംബോ ഗ്രീൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഡോഗ് ഫുഡ് അല്ല, ഫുഡ് ഐറ്റംസ് അല്ല, സപ്ലിമെന്റേഷന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജംബോ ഗ്രീൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഞാൻ ജംബോ ഗ്രീൻ്റെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റും എനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റും അവരുടെ പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോബർമാനെ സംബന്ധിച്ചിടത്തോളം ഡോബർമാൻ എപ്പോഴും ഫില്ലായി നിൽക്കേണ്ട ഒരു ഡോഗും ഫുഡിനോട് പൊതുവെ ഒരു മടുപ്പ് കാണിക്കാൻ സാധ്യതയുള്ള ഒരു ഡോഗുമാണ്. ടേക്ക് കെയർ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ജംബോഗ്രീൻ്റെ പ്രോബയോട്ടിക്കിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബയോട്ടിക് കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്ന ആഹാരം കൃത്യമായിട്ട് അതിന്റെ ശരീരത്തിൽ പിടിക്കും. ആ പിടിക്കുന്ന ആഹാരം അതിന്റെ ശരീരത്തിൽ കാണാൻ പറ്റും. സെക്കൻഡ്, ദഹിച്ചു മാറേണ്ടത് ദഹിച്ചു മാറിയാൽ മാത്രമേ അടുത്ത ഫുഡ് എടുക്കാനുള്ള ഡോഗ്സിന് ഒരു താല്പര്യം തോന്നത്തുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോട്ട് കണ്ടീഷൻ, ഏറ്റവും നല്ല സ്മൂത്ത് കോട്ട് ആയതുകൊണ്ട് ഡോബർമാന്റെ നല്ല ഷൈനി കോട്ടായിരിക്കണം. ആ കോട്ട് കണ്ടീഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജംബോഗ്രീൻ്റെ പ്രൊഡക്റ്റ്. പിന്നെ നമുക്കൊരു കെനലുണ്ട്. ആ കെനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സ്പേസിൽ ഒരുപാട് നെയ്ബേഴ്സ് അപ്പുറവും ഇപ്പുറവും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കേരളത്തിലെ എല്ലാ ബ്രീഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മെല്ല് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്മെല്ല് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ യൂറിന്റെയും മോഷന്റെയും സ്മെല്ല് കൃത്യമായി ദഹിച്ചു പോയാൽ, നമ്മളുടെ തന്നെ മോഷൻ കറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലിന് കൺട്രോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഡോഗ്സിലും അതുണ്ട്. അപ്പൊ നല്ല ഫുഡ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ആ ഫുഡ് കൃത്യമായ അളവിൽ ദഹിച്ചു മാറാനായിട്ട് പ്രോബയോട്ടിക് സഹായിക്കുന്നതുകൊണ്ട് യൂറിന്റെയും മോഷന്റെയും സ്മെല്ല് ഭയങ്കര ഒരു കൺട്രോളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഞാൻ അവരുടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം സപ്ലിമെന്റ് ആണ്. ഡോബർമാനെ സംബന്ധിച്ചിടത്തോളം ബോൺസ് ഭയങ്കര സ്ട്രോങ് ആകേണ്ട ഒരു ബ്രീഡാണ്. ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ബ്രീഡാണ്. അപ്പോൾ ബോൺസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, പാസ്റ്റേൺസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഷോ ബേസ് ചെയ്യുന്ന ഡോഗ്സ് ആണ്, ഷോയിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഡോഗ്സ് ആണ്. ജഡ്ജസ് ഈ ഓവറോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കാൽസ്യം സപ്പോർട്ട് ജംബോഗ്രീൻ്റെ ആണ് കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാൽസ്യം സപ്പോർട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് പപ്പി സ്റ്റേജിൽ തന്നെ അതിന്റെ പാസ്റ്റേൺസ് വെൽ ഡെവലപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ബോൺ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാകാറില്ല. പിന്നെ ഡോബർമാനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വാഷ് അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ഡോഗല്ല, അല്ലെങ്കിൽ ഡെയിലി കുളിപ്പിക്കേണ്ട ഒരു ഡോഗല്ല. അപ്പം നമുക്ക് ഈ ജംബോഗ്രീൻ്റെ തന്നെ ഒരു ഡ്രൈ വാഷ് ഉണ്ട്, സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡോഗിനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് ചെറിയ ചെറിയ സ്കിൻ ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസ് വരുന്നത് ഇതിനകത്ത് അലോവേരയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ആ സ്പ്ലാഷിൽ തന്നെ നോർമലായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് എല്ലാം കവർ ചെയ്ത് പോകാറുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരു ഡോഗ് വരുവാണെങ്കിൽ നമുക്ക് അതിന് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് അതിന് സ്പ്ലാഷ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജംബോ ക്ലീൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പല ഡോഗ്സും നമ്മുടെ ഫാമിലി മെമ്പറെ പോലെ നമ്മുടെ വീടിനകത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ലൈസോള്, ഹാർപ്പിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വെച്ച് ഫ്ലോർ ക്ലീൻ ചെയ്താൽ ഇവരുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കെനൽ വാഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്ലോർ വാഷ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് കെനൽ വാഷ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ പ്രത്യേകം ഒരു ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ട്, കാരണം പുറത്തുനിന്ന് വരുന്നവർക്കായിരിക്കും പെട്ടെന്ന് ഈ സ്മെല്ല് കിട്ടുന്നത്. നമുക്കത് ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കെനൽ വാഷ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ആ സ്മെല്ല് മാറി ആ ഒരു പുതിയൊരു സ്മെൽ അവിടെ ഉണ്ടാകുന്നില്ല. ആ സ്മെൽ ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനെ അത് കില്ല് ചെയ്യുന്നു. ഒരു നോർമൽ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആ ഒരു ഏരിയ ഫുള്ള് മാറുകയും ചെയ്യും. നമ്മളൊരു പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊരു പപ്പിയെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പൈസയുടെ ആവശ്യമില്ല. നമുക്ക് സ്നേഹിക്കാനാണ് ഒരു പപ്പിയെങ്കിൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തൊരു ഡോഗ് മതി. അപ്പം നമ്മളൊരു ഡോഗിനെ എപ്പോഴും വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെല്ലുമ്പോൾ നായ്ക്കുട്ടി നമ്മളുടെ അടുത്തേക്ക് ഓടി വരിക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നായ്ക്കുട്ടി ഹെൽത്തി ആണ്. രണ്ടാമത് നായ്ക്കുട്ടി എടുത്തതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ അവരുടെ മൂക്കിന്റെ അറ്റത്ത് നല്ല ഒരു നനവ് പോലെ ഫീൽ ചെയ്യും. അത് ഡീഹൈഡ്രേറ്റഡ് അല്ല, നല്ല ഡോഗാണ്. അതുപോലെ അതിന്റെ ലിപ്പ്, അതിന്റെ നാക്ക് നല്ല പിങ്ക് കളറിലായിരിക്കും, അത് അനീമിക് അല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഡോഗിനെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടി. നമുക്ക് ആ ഡോഗിനെ എടുക്കാം, അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വാങ്ങാം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടത് പൈസ കൊടുത്ത് ആ ബ്രീഡിലെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കുക, ആ ബ്രീഡിനെ പറ്റി നന്നായിട്ട് പഠിക്കുക, ടൈം എടുക്കുക, ആ ബ്രീഡ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആരാണെന്ന് ഫോക്കസ് ചെയ്യുക, അവരുടെ ട്രാക്ക് റെക്കോർഡ് ഫുള്ള് നോക്കുക, അവരുടെ
പഠിച്ചതിന് ശേഷം ആ ബ്രീഡിനെ പറ്റി അന്വേഷിക്കുക, അതിൽ ഏറ്റവും ബെറ്റർ ബ്രീഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിലേക്ക് പോവുക. നിങ്ങൾക്ക് ഒരു നല്ല ഡോഗ്, ഒരു പെഡിഗ്രി ബേസ് ഏറ്റവും നല്ല ഡോഗ് സ്റ്റാർട്ട് ചെയ്യുക ഒരു 25,000 മുതൽ മുകളിലോട്ട് നല്ല പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഡോഗിന്റെ പ്രൈസ് ആവും ഏറ്റവും നല്ല. ഇതിന് താഴെയുമുണ്ട്. പക്ഷേ ബ്രീഡ് സ്റ്റാൻഡേർഡ് നോക്കിയാണ് നിങ്ങൾ ഒരു ഡോഗിനെ എടുക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കണം. അതിന്റെ താഴെ നിൽക്കുന്ന ഡോഗ്സിനെ സ്നേഹിക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. ബ്രീഡ് സ്റ്റാൻഡേർഡ് വേണമെന്നില്ല, ലുക്സ് വേണമെന്നില്ല. അതിന് ഈ പറഞ്ഞ ഡോഗ് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ. ഹെൽത്തി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം ഹെൽത്തി ആകാതിരിക്കുന്നതല്ല. ഒരിടത്തും നമ്മൾ വാങ്ങുമ്പം അഡോപ്റ്റ് ചെയ്യുമ്പം ആ ഹെൽത്തി ആയിട്ടുള്ള പപ്പീസിനെ നോക്കി സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. ആ രീതിയിൽ ശ്രദ്ധിച്ച് വാങ്ങിയാൽ മതി. ഡോഗ്സിനെ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡോഗ്സ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് 2 ഉത്തരമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന സമയം നിങ്ങൾ ഫുൾ ടൈം ഡോഗിന്റെ കൂടെ ഉണ്ടായിരിക്കുക. വളരെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഡോഗിന്റെ അടുത്തൊന്ന് എടുത്തു മാറ്റുക. രണ്ടാമത്, അതിന്റെ മോഷൻ കൃത്യമാണോ എന്ന് നോക്കുക. ഈ 2 കാരണങ്ങൾ. ഡോഗ് കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്, ഡോഗിന്റെ മോഷൻ നല്ലതാണ്, ഡോഗിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആശുപത്രി പോകേണ്ട ആവശ്യം ഇല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഫുഡ് വെക്കുന്നു, കുറെ സമയം കഴിഞ്ഞതിന് ശേഷം നോക്കുന്നു, ഫുഡ് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, കഴിച്ചിട്ടില്ലായിരിക്കാം. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് ഡോഗ് അൺഹെൽത്തി ആവും, നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എവറി ടൈം പപ്പീസിനെ വാച്ച് ചെയ്യുക. ഫുഡ് കൊടുക്കുന്ന സമയം അഡൽട്ട് ഡോഗ് ആണെങ്കിലും വാച്ച് ചെയ്യുക. കൊടുക്കുന്ന ഫുഡ് അന്നേരം തന്നെ കഴിച്ചു തീർക്കുക. മോഷൻ വൃത്തിയായിരിക്കുക. ഈ 2 കാരണങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. നമ്മുടെ പെറ്റ്സിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ആരോഗ്യപരമായിട്ട് അവയെ നിലനിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് ഡോഗിനെ വാങ്ങി വരും, നമ്മളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടതിന് ശേഷം വിളിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള ഒരു ഡോഗിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം ആരോഗ്യപരമായിട്ടുള്ള ദഹനമാണ്. ആ ദഹനം കൃത്യമാകാനായിട്ട് നല്ല പ്രോബയോട്ടിക് കൊടുക്കുക. ആ പ്രോബയോട്ടിക് കൊടുക്കുന്നത് വഴി അതിന്റെ ദഹനം കൃത്യമാകും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോഗിന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത് കൃത്യമായിട്ട് പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നുണ്ടോ സംതൃപ്തിയോടെ. രണ്ടാമത്, അതിന്റെ മോഷൻ നല്ല രീതിയിലാണോ പോകുന്നത്. ഈ 2 കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെറ്റിനെ കൊണ്ട് ആശുപത്രി പോകേണ്ട ആവശ്യം വരത്തില്ല. Yeah, but you ain't right till you pick that tail.